നമുക്ക് ബാലരി ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് ദേവിയോട് ഭയങ്കര സങ്കടത്തോടു കൂടി ഉദയഭാനി പറഞ്ഞു, എന്റെ മോളെ എന്താ നിനക്ക് സംഭവിച്ചേ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ ദേവി പറഞ്ഞു, അച്ഛനും അമ്മയും എല്ലാരും കൂടി ചെയ്ത ക്രൂരതകൾക്കുള്ള ഫലം ദൈവം തന്നതാ. അച്ഛൻ ചെയ്ത ചതിയൊക്കെ ദൈവത്തിന് അത്ര പെട്ടെന്ന് പൊറുക്കാനും സഹിക്കാനും പറ്റുന്ന കാര്യമൊന്നുമില്ല. അതിന് ശിക്ഷിച്ച് എന്നെയാ എനിക്ക് ആ ശിക്ഷ കിട്ടിയെന്ന് പറഞ്ഞു. അതുകൊണ്ടാ ഈ കുഞ്ഞു പോയെന്ന് പറഞ്ഞു. മോളെ നീ ഇങ്ങനൊന്നും പറയരുത്, മിണ്ടരുത്. എല്ലാരും കൂടെ ചേർന്നിട്ട് എന്റെ കുഞ്ഞിനെ കൊന്നുകളഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോ ഉദയഭാനു പറഞ്ഞു, മോളെ അതിന് ഞാൻ നിങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്നല്ല പറയാൻ വരുന്നേ. നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട. നിങ്ങൾ എന്താ ചെയ്തേ എങ്ങനെയാന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് വ്യക്തമായിട്ടറിയാം. ഈ കുടുംബത്തോട് ചെയ്ത ചതി ദൈവത്തിന് പോലും പൊറുക്കാനും ക്ഷമിക്കാനും പറ്റിയിട്ടുണ്ടായിരിക്കില്ല. നന്നാവാനായിട്ട് കുറെ അവസരം തന്നല്ലേ അച്ഛ, എന്നിട്ട് നന്നായോ? വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുവല്ലേ ആയിരുന്നല്ലോ. ഞാൻ അച്ഛനോട് എത്രയോ വട്ടം പറഞ്ഞു, അച്ഛ ഇനി ഇങ്ങനെ ചതിയൊന്നും ചെയ്തതെന്ന്. പക്ഷെ അച്ഛൻ അത് കേട്ടില്ല. അവസാനം ഇവിടം വരെ എത്തിച്ചു കഴിഞ്ഞപ്പോ അച്ഛന് സമാധാനമായല്ലോ. ഇനി മിണ്ടരുത്, മിണ്ടാതെ പോയിക്കോളാൻ പറഞ്ഞു. മോളെ അങ്ങനെ പറയരുത്, മിണ്ടല്ലെന്നല്ലേ പറഞ്ഞു, ഒന്ന് കടന്നു പോയി തരാവോ എന്നും പറഞ്ഞ് ദേവി ഇങ്ങനെ കൈ കൂപ്പുവാണ്. എനിക്ക് കുറച്ച് മനസ്സമാധാനം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഉദയഭാനു തകർന്ന മനസ്സോടുകൂടി മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. അങ്ങനെ ഹാളി വന്നു കഴിഞ്ഞപ്പോ ഗോമതിയും ബാലനും ധർമ്മനും അവിടെ ഉണ്ട്. ഇങ്ങനെ പിന്നീട് തളർന്ന ആ സെറ്റിയിലേക്ക് അങ്ങോട്ട് ഇരിക്കുവോ ഉദയഭാനു. ആ സമയത്ത് ഉദയഭാനു ബാലനോട് ചോദിച്ചു, അല്ല ബാല എന്താ സംഭവിച്ചേ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്റെ മോളുടെ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞിന് എന്ത് സംഭവിച്ചേ, എങ്ങനെയാ അത് കാര്യം സംഭവിച്ചെന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും ബാലൻ ഉദയഭാനുന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ആ കയ്യിലേക്ക് പിടിച്ചിട്ട് പറഞ്ഞു, ഉദയഭാനു സാറേ, ഞങ്ങൾക്ക് കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റിയില്ല. ഞങ്ങളുടെ മോളുടെ ഭാഗത്താ തെറ്റ്. അതിന് കാരണം ഇങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞു. പെട്ടെന്ന് കോമതി ധർമ്മനും ഒക്കെ പരസ്പരം നോക്കി. അവരൊക്കെ ഞെട്ടിപ്പോയി. അനുവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ പോവാണോ? അത് അബദ്ധമാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നാളെ അവൾക്കൊരു ജീവിതം ഉണ്ടാവേണ്ടതാ. ഇനിയിപ്പോ ഉദയഭാനു സാറോ അത് അറിഞ്ഞിട്ട് ആരുടെയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നാട്ടിൽ മൊത്തം പാട്ടാകുകയും ചെയ്യും. അപ്പോഴേക്കും ഒന്നും അറിയത്തില്ലാത്ത ഉദയഭാനു ചോദിച്ചു, അല്ല അനു കാരണം എങ്ങനെ എന്ത് സംഭവിച്ചെന്നാ പറയണ ബാല, ഒന്ന് തുറന്നു പറ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, അല്ല അത് പിന്നെ ദേവിയുടെ കുഞ്ഞു പോയതേ ബാത്റൂമിൽ തെന്നി വീണിട്ടാന്ന് പറഞ്ഞു. തെന്നി വീണിട്ടോ? അപ്പൊ ബാലൻ പറഞ്ഞ അങ്ങനെയല്ലല്ലോ, അനു കാരണമാണെന്നുള്ള പറഞ്ഞേ. പിന്നെ ബാലൻ എന്താ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു, അത് പിന്നെ അനുവിനെയാണ് ശ്രീദേവിയുടെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരുന്നത്, ശ്രീദേവിയെ നോക്കാനുള്ള. പക്ഷെ ആ അനു ആ സമയത്ത് നോക്കിയില്ല. ഞങ്ങൾ എല്ലാരും വിചാരിച്ചോണ്ടിരുന്ന അനു ശ്രീദേവിയുടെ അടുത്തുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചോണ്ടിരുന്നു. പക്ഷെ അവള് വീഴുന്ന സമയത്ത് അവളുടെ അടുത്ത് ആരും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് അനുവാണ് ഇതിനകത്ത് കുറ്റം ചെയ്തതെന്നൊക്കെ പറയണേന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ ഉദയഭാനു പറഞ്ഞു, അതാണോ, ഇനിയിപ്പോ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആരൊക്കെ നോക്കിയെന്ന് പറഞ്ഞാലും ദൈവം ഒരാൾ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടല്ലോ. ഒരു പക്ഷേങ്കില് നമ്മുടെ കണക്ക് പുസ്തകത്തിൽ നമുക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടും. നമ്മൾ ചെയ്ത തെറ്റിന്റെ ഫലമായിരിക്കും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചെയ്ത തെറ്റിന്റെ ഫലമായിരിക്കും എൻ്റെ മോൾ അനുഭവിച്ചുകൊണ്ടിരിക്കണേ. അങ്ങനെയൊക്കെ പറഞ്ഞു. ഇപ്പൊ ബാലൻ പറഞ്ഞു, ഉദയഭാൻ സാറെ വിഷമിക്കില്ലേ എന്ന് പറഞ്ഞു. എങ്ങനെ സങ്കടം വരാതിരിക്കും ബാല, എത്രയോ പ്രതീക്ഷയോട് കൂടി കാത്തിരുന്ന എൻ്റെ പേരക്കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് എല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്ന് തരിപ്പടമായി പോയില്ലേ. അനുവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ആരെയും പരസ്പരം കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല. പിന്നീട് അവിടെ ഇരുന്ന് നെയ്യും കാര്യങ്ങളൊക്കെ എടുക്കുവാണ്. ഇനി ഇതിപ്പോൾ അവിടെ വെച്ചുകൊണ്ടിരുന്നിട്ടും കാര്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അത് കവർണത്താക്കി ഞാൻ ഇറങ്ങിയേക്കുവാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, സാറേ അത് പിന്നെ വിഷമിക്കേണ്ട ബാല, സങ്കടപ്പെടുവൊന്നും വേണ്ട. നമ്മൾ വിചാരിക്കുന്നതിലൊന്നും അല്ലല്ലോ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഉദയഭാനു ഇറങ്ങാൻ തുടങ്ങുവാണ്. പിന്നീട് ഉദയഭാനു അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് ആനന്ദ് അങ്ങോട്ട് വരുന്നേ. ഉദയഭാനുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദ് ദേഷ്യപ്പെട്ട് ഉദയഭാനുന്റെ അടുത്തേക്ക് വന്നു. ഈ സമയത്ത് ഉദയഭാനു പറഞ്ഞു, മോനെ വിഷമിക്കൊന്നും വേണ്ട, കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു, സങ്കടപ്പെടണ്ട, വരാനുള്ളതൊക്കെ വന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോ ദേഷ്യത്തോട് കൂടിയിട്ട് ഉദയഭാനു നോക്കിയിട്ട് ആനന്ദ് പറഞ്ഞു, സങ്കടപ്പെണ്ടെന്നോ, നിങ്ങളും നിങ്ങളുടെ മോള് കാരണം ഇതെല്ലാം സംഭവിച്ചെന്ന് പറഞ്ഞു. അവളെപ്പോലുള്ള വഞ്ചകിയുടെ വയറ്റില് എന്റെ കുഞ്ഞു വേണ്ടാന്ന് ദൈവം തന്നെ തീരുമാനിച്ചു കാണും. അതുകൊണ്ടായിരിക്കും എന്റെ കുഞ്ഞിനെ നേരത്തെ അങ്ങോട്ട് വിളിച്ചത്. ഇതെനിക്ക് സഹിക്കാനും പൊറുക്കാനും പറ്റുന്ന കാര്യമല്ല. അവൾ എന്റെ കുഞ്ഞിനെ കൊന്നു, അവളോട് ഞാൻ ഒരിക്കലും പൊറുക്കില്ല എന്ന് പറഞ്ഞു. മോനെ അവളൊരു തെറ്റും ചെയ്തിട്ടില്ല, മിണ്ടി പോരുത് നിങ്ങൾ കൂടുതൽ ഷോ ഇവിടെ കിടന്ന് കാണിച്ചിട്ടുണ്ടെങ്കിലേ നിങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അച്ഛനും അമ്മയോടും വിളിച്ചു പറയും. പിന്നെ ഈ സമയത്ത് ഞാനിത് പറയാത്ത എന്താന്ന് വെച്ചാലേ അതും കൂടെ താങ്ങാനുള്ള കരുത്ത് എന്റെ അച്ഛനും അമ്മയ്ക്കും ഇല്ലാത്തതുകൊണ്ടാ. പക്ഷെ നിങ്ങൾ ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഞാനത് വിളിച്ചു പറഞ്ഞു തരും. മര്യാദയ്ക്ക് പോയിക്കോ, എന്റെ കൺമുന്നിൽ പോലും നിങ്ങളെ കാണല്ലെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ ഉദയഭാനു പറഞ്ഞു, മോനെ ഞാൻ പോയിക്കോളാം, പക്ഷെ ഒരു കാര്യമുണ്ട്, എന്റെ മോളെ നീ ഉപദ്രവിക്കരുത്.
പെണ്ണുങ്ങളെ തല്ലാനോ? അതെന്റെ പണിയൊന്നുമല്ല പെണ്ണുങ്ങളെ തല്ലാന്നേ. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ മോൾ ആ മുറിക്ക് ഉള്ളിൽ കിടന്ന് ഉരുകി ഇല്ലാതാകുമെന്ന് പറഞ്ഞു. അവളെ ഞാൻ നന്നായിട്ട് വേദനിപ്പിക്കും, മാനസികമായിട്ട് അവളെ ഞാൻ വേദനിപ്പിച്ചുകൊണ്ടേ ഇരിക്കും. അവൾക്ക് ഒരിക്കലും ഞാൻ സ്വസ്ഥത സമാധാനമൊന്നും കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു. മോനെ അങ്ങനെയും ചെയ്യരുത്, മിണ്ടി പോയേക്കരുത് നിങ്ങള്. നിങ്ങൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, എന്നോടും എന്റെ കുടുംബത്തോടും ചെയ്ത ചതി. അപ്പൊ പിന്നെ നിങ്ങളോട് ഞാൻ പൊറുക്കണോ അല്ലേന്ന് ചോദിച്ചു. അങ്ങനെ ആനന്ദ് അങ്ങ് തിരിഞ്ഞിട്ട് വീണ്ടും ഉദയഭാനുന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അധികം വൈകാതെ എന്റെ പീഡനം സഹിக்க വയ്യാതെ അവള് നിങ്ങളുടെ വീട്ടിലേക്ക് വരും, എപ്പോഴേയും നിമിഷം വെള്ളം വരും. അവളെ കാത്തിരുന്നോ നിങ്ങള്. അവൾക്ക് വേണ്ടിയിട്ട് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഉണ്ടാക്കി വെച്ചോളാൻ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ഉദയഭാനു പറഞ്ഞു, മോനെ നീ അങ്ങനെയൊന്നും പറയരുത്, അവളെ പറഞ്ഞു വിടല്ലെന്ന് പറഞ്ഞു. പറഞ്ഞു വിടല്ലെന്നോ? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അവളെ ഞാൻ പൂവിട്ട് പൂജിക്കണോ? മിണ്ടി പോയേക്കരുത്, ഒരക്ഷരം പോലും മിണ്ടിയേക്കല്ലെന്ന് പറഞ്ഞു. മര്യാദയ്ക്ക് പോയിക്കോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടു ഉദയഭാനെ അവിടുന്ന് പറഞ്ഞു വിട്ടു. ഒടുവില് ഉദയഭാനു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ക്ഷേത്രത്തിന് അങ്ങോട്ട് ചെല്ലുവാണ്. അങ്ങനെ അവിടെ ആലിഞ്ചോട്ടി കുറെ സമയം ഇരുന്ന് ആലോചിച്ചു. താൻ ചെയ്തു പോയ തെറ്റ് താൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. എല്ലാം പിടിച്ചടക്കി തന്റെ മോളെ വലിയൊരു വീട്ടിലേക്ക് എത്തിച്ചു വിട്ട് കഴിഞ്ഞപ്പം അവൾക്ക് സുഖമാണെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ എല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി. മോള് പറഞ്ഞ വാക്കുകൾ, ശ്രീദേവി പറഞ്ഞ വാക്കുകൾ, അച്ഛൻ ഇതും കൊണ്ട് തൃപ്തിയായില്ലേ? അച്ഛൻ്റെ കുഞ്ഞിനെ തല്ലി ഇല്ലാതാക്കി കഴിഞ്ഞപ്പം അച്ഛൻ ചെയ്ത ചതിയുടെ വഞ്ചനയുടെ ഫലവാ എന്റെ കുഞ്ഞിനെ ദൈവം അങ്ങോട്ട് വിളിച്ചേ. ദൈവമേ, എന്തിനു വേണ്ടിയിട്ടാ താൻ ഇതൊക്കെ ചെയ്ത് എല്ലാം നേടിയെടുത്തെന്ന് ഓർത്തിരുന്ന. പക്ഷെ ഒരു നിമിഷം കൊണ്ട് എല്ലാം ഇല്ലാതായല്ലോ. ഇനി എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. പിന്നീട് ഉദയഭാനു ക്ഷേത്രത്തിന് അങ്ങോട്ട് പോയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ക്ഷേത്രം തന്നെ അവിടെ പോയിന്ന്, എന്റെ ഭഗവാനെ, എന്റെ മോൾക്ക് ഇങ്ങനെ ഒരു ദുരന്തം വന്നല്ലോ, അവൾക്കൊരു ഇനിയെങ്കിലും ഒരു നല്ല ജീവിതം കിട്ടണേ. അവളെ ആനന്ദ് ഒരു കാരണവശാലും വെറുക്കരുത്, വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ ഇടയാവരുത്. ഞാൻ ചെയ്ത തെറ്റിന്റെ ഫലം എന്റെ മോളെ അനുഭവിക്കാൻ ഇടയാവരുതെന്നും പറഞ്ഞിട്ട് മനോരിയെന്ന് ഉദയഭാനു പ്രാർത്ഥിക്കുവാണ്. പിന്നീട് ആര്യൻ ലോഡുമായിട്ട് പോവുകയാണ്. അങ്ങനെ ഒരിടത്ത് ലോഡ് ഇറക്കിയിട്ട് അവിടെ നിൽക്കുന്ന സമയത്താണ് ആര്യൻ ആ കാഴ്ച കാണുന്നത്. അലോക് തന്റെ ഫ്രണ്ട്സും ഒത്ത് അവിടെ ആർത്തുല്ലസിച്ച് ചിരിച്ച് കളിച്ചിരിക്കുന്നത്. അത് കണ്ടപ്പോൾ ആര്യന് ഒട്ടും സഹിച്ചില്ല. ആര്യൻ പെട്ടെന്ന് തന്നെ ആകാശിനെ വിളിക്കുവാണ്. ആകാശണ്ണ എവിടെയാന്ന് ചോദിച്ചു. ഞാൻ കടയില. ആകാശണ്ണ ഞാൻ ലൊക്കേഷൻ മാപ്പ് ഇട്ട് തന്നിട്ടുണ്ട്, ഇവിടെ വരെ പെട്ടെന്നൊന്ന് വരണമെന്ന് പറഞ്ഞു. എന്താടാ, എന്ത് പറ്റി? അതൊക്കെ വന്നിട്ട് പറയാന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പത്തിനും ആകാശം അങ്ങോട്ടേക്ക് വന്നു. ആകാശോട് ആര്യം കാര്യങ്ങൾ പറയണം. തെങ്ങ് നോക്കി അവൻ ഇരിക്കുന്ന കണ്ടോന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പത്തിനും ആകാശം പറഞ്ഞു, ഇപ്പൊ തന്നെ അവനെ പോയി നമുക്ക് പെരുമാറാന്ന് പറയണം. ആകാശേട്ടാ, അങ്ങനെ എടുത്തിയാടി നമ്മളൊരു തീരുമാനം എടുക്കരുത്. കാരണം അനുവിന്റെ പേരും പറഞ്ഞ് നമ്മളിവിടെ വഴക്കുണ്ടാക്കാൻ പാടില്ല. അനുവിനും നമ്മുടെ കുടുംബത്തിനും വന്ന് നാണക്കേടാ, അവളുടെ ജീവിതം തന്നെ ഇല്ലാതാവും. അതുകൊണ്ട് ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞു. എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടെ ലോറി അവരുടെ വാഹനത്തിനകത്തേക്ക് കയറി, വനത്തേക്ക് കയറി. ആ സമയത്ത് അവന്മാരിൽ ഒരുത്തന്റെ ബൈക്ക് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലിട്ട് പോയി ഒറ്റ ഇടിപ്പീര് അങ്ങോട്ട് ഇടിക്കുവാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അലോകിന്റെ കൂട്ടുകാരന്മാരിൽ ഒരാൾ കൂടി അങ്ങോട്ട് ഇറങ്ങി വന്നു. എന്താടാ നീയൊക്കെ കാണിച്ചേ? നിന്റെ ഒന്ന് കണ്ണ് കണ്ടുകൂടെ? ഇങ്ങനെയാണോ വണ്ടി എടുക്കണം ചോദിച്ചോണ്ട് ഇറങ്ങി വാടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലോകും നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ആരിനെ അതിനകത്തുനിന്ന് ഇറങ്ങുന്നു. ആരിനെ കണ്ടിഞ്ഞപ്പോ യുവന്മാരോ, അപകടമാണല്ലോ എന്ന് അലോകിന് മനസ്സിലായി. ഈ സമയത്ത് കൂട്ടുകാരന്മാരിൽ ഒരാൾ പോയി ആരിനെ അടിക്കാൻ തുടങ്ങുവാണ്. നിനക്ക് കണ്ണ് കാണത്തില്ലേ? മര്യാദയ്ക്ക് നോക്കിയെടുക്കാൻ മേലായിരുന്നു എന്നൊക്കെ ചോദിച്ചോണ്ട് വിട്ടു കൊടുക്കുവോ? ആകാശം ആരിന് ഇതിന് വേണ്ടി മാത്രമായിട്ട് വന്നതല്ലേ അലോകിനെ പിടികൂടാനായിട്ട്. ഈ ഒരു ബൈക്ക് ഇടിച്ചു തെറിപ്പിച്ചതിന്റെ പേരില് ഒരു പ്രശ്നം ഉണ്ടായെന്ന് ആൾക്കാർ കരുതാൻ പാടുള്ളൂ. അങ്ങനെ ഒടുവിൽ അവനെ ഇടിച്ചു. അപ്പോഴേക്കും അലോകിന് കാര്യം മനസ്സിലായി. അലോക് അവിടുന്ന് രക്ഷപ്പെടാൻ തുടങ്ങുവാണ്. ആകാശം ആരിനും വിടുവോ? അമ്മമാരുടെ കൂടെ ഉള്ളവന്മാരെ ഇടിച്ചിട്ടിട്ട് ആകാശ ആരിനും കൂടെ ചേർന്നിട്ട് അലോകിന്റെ പിന്നാലെ ഓടുവാണ്. അലോക് ഓടി പറമ്പിലേക്ക് പോയി കയറി. പക്ഷെ അവര് വിട്ടില്ല. അവര് പിന്നാലെ എന്നു നല്ല തടിക്കമ്പൊക്കെ എടുത്തിട്ട് അവനെ അടിക്കുവാണ്. എടാ, നീ എന്റെ കുടുംബത്ത് കയറി പണിതു, എന്റെ അനുവിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു, നിന്നെയൊക്കെ ഞാൻ വെറുതെ വിടണമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആര്യൻ തലങ്ക വിലങ്ങും വീണ്ടും അടിക്കുവാണ്. അതുപോലെ തന്നെയായിരുന്നു ആകാശം. ഒടുവിൽ അവിടെ ഒരു തോടുണ്ടായിരുന്നു. തോട്ടിനകത്തേക്ക് വലിച്ചടിച്ചുകൊണ്ട് പോയി വെള്ളത്തിനകത്തേക്ക് അങ്ങോട്ട് മുക്കി. ഒരു കാര്യം ഞാൻ പറയാം, നിന്നെ തല്ലിയത് എന്തിനാന്ന് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബൈക്ക് പ്രശ്നം മാത്രമേ പുറത്തറിയാൻ പാടുള്ളൂ. അല്ലാതെ എന്റെ അനുമോളുടെ കാര്യത്തെക്കുറിച്ച് അങ്ങനെ നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അനു എന്നുള്ള പേരെങ്കിലും നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നീ ജീവനോടെ ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും വെള്ളത്തിലേക്ക് മുക്കുവാണ്. ആകാശ് ആരിനോട് പറഞ്ഞു, ഇവനെ അങ്ങോട്ട് കൊന്നാലോടാന്ന് ചോദിച്ചു. വേണ്ട, ഇവൻ ഇങ്ങനെ തന്നെ ജീവിക്കണം. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പെരുമാറാനുള്ളതല്ല ഇവനെ. എടുത്തിട്ട് അടിക്കണം ഇവനെ. ഇടയ്ക്കിടയ്ക്ക് പേടിച്ച് വരച്ച് ഇവന് വീടിന് പുറത്തിറങ്ങാതാവണം. അതാ നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഇടയ്ക്ക് ഇവന് ഇങ്ങനെ ഡോസ് കൊടുത്തോണ്ടിരിക്കും. അടികൊണ്ട് ചാവാറായിട്ടുണ്ടായിരുന്നു അലോക്. അതുകൂടാതെ വെള്ളത്തിനകത്തേക്ക് മുക്കിയും കൂടെ പിടിച്ചു വെച്ചിരിക്കുമല്ലേ. അങ്ങനെ ഒടുവിൽ നന്നായിട്ട് അവനെ തല്ലി ചതച്ചു. എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവനെ വെള്ളത്തിൽ തന്നെ, ആ തോട്ടിലെ വെള്ളത്തിൽ തന്നെ തള്ളിയിട്ട് ആകാശം ആരിനും കൂടെ അവിടുന്ന്
പോകണം. അപ്പൊ ആര്യൻ ആകാശിനോട് പറഞ്ഞു, ഇപ്പോഴാ ഒരു സമാധാനമേത്, കുറെ ദിവസമായി ഇങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നല്ലേന്ന് ചോദിച്ചു. ആകാശ് പറഞ്ഞു, അത് ശരിയാ. ഇനി അവൻ എഴുന്നേറ്റ് നടക്കണമെങ്കിൽ നല്ല നേരം നോക്കും, കുറച്ചു കാലം കഴിയാതെ അവന് എഴുന്നേക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതെ, അവനിട്ട് കിട്ടേണ്ടത് കിട്ടി എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ മടങ്ങുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.